പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ദിവസം നടന്ന ഗണിതശാസ്ത്ര പരീക്ഷയുടെ ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യമായി ഗൂഗിൾ ഫോംസിൽ പരീക്ഷ എഴുതാൻ പരിചയമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി എങ്ങനെയാണ് പരീക്ഷ എഴുതുന്നത് എന്ന് പറയാം. നിങ്ങൾക്ക് വാട്സപ്പിൽ നൽകിയിരിക്കുന്ന ലിങ്കിൻ്റെ നീല അക്ഷരങ്ങളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ജാലകം തുറന്നു വരും. അതിൽ നിങ്ങളുടെ പേര്, ക്ലാസ്, ഡിവിഷൻ, സ്കൂൾ എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തുക. അതിനുശേഷം ചോദ്യങ്ങൾ വ്യക്തമായി വായിച്ചു നോക്കുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഉപകരണം ഏതാണെന്ന് തിരിച്ചറിയുക. അതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ ഉപകരണം മട്ടം അഥവാ സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഉപകരണമാണ്. രണ്ടാമത്തെ ചോദ്യം, രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുമ്പോൾ ഒരു ഡാഷ് ഉണ്ടാകുന്നു. ഒരു കോൺ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ചരിഞ്ഞ വരകൾ മാത്രം ഉപയോഗിച്ചെഴുതാവുന്ന എത്ര അക്ഷരങ്ങളുണ്ട്? ചരിഞ്ഞ വര എന്നുള്ളതാണ് ചോദ്യം. സ്ലാൻഡഡ് ലൈൻസ്. ഇവിടെ ബി എന്ന് പറയുന്ന അക്ഷരം, അതുപോലെ ഡബ്ല്യു എന്ന് പറയുന്ന അക്ഷരം, എക്സ് എന്ന അക്ഷരമൊക്കെ ചരിഞ്ഞ വരകൾ മാത്രം ഉപയോഗിച്ചെഴുതാവുന്ന അക്ഷരങ്ങളാണ്. മറ്റുള്ള അക്ഷരങ്ങൾ ചരിഞ്ഞ വരകൾ മാത്രം ഉപയോഗിച്ചെഴുതാവുന്ന അക്ഷരങ്ങൾ ഇല്ല. അതുകൊണ്ട് ശരിയായ ഉത്തരം 3 ആണ്. നാലാമത്തെ ചോദ്യം, ചിത്രത്തിൽ എത്ര കോണുകളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഈ രണ്ട് വരകൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന വലിയ കോൺ 1, ഒന്നാമത്തെ വരയും രണ്ടാമത്തെ വരയും കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ഈ ഒരു കോൺ, ഈ രണ്ടാമത്തെ വരയും മൂന്നാമത്തെ വരയും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു കോൺ എന്നിങ്ങനെ 3 കോണുകളാണ് ചിത്രത്തിൽ ഉള്ളത്. അഞ്ചാമത്തെ ചോദ്യവും സമാനമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ 6 കോണുകൾ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഒന്നാമത്തെ വരയും രണ്ടാമത്തെ വരയും കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ഈ ഒരു കോൺ, ഒന്നാമത്തെ വരയും മൂന്നാമത്തെ വരയും കൂടിച്ചേരുമ്പോൾ ഈ ഒരു കോൺ, ഒന്നാമത്തെ വരയും അവസാനത്തെ വരയും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഈ വലിയ കോൺ, 3 കോണുകൾ ആയി. വീണ്ടും രണ്ടാമത്തെ വരയും മൂന്നാമത്തെ വരയും കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ഈ ഒരു കോൺ, രണ്ടാമത്തെ വരയും നാലാമത്തെ വരയും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു കോൺ എന്നിങ്ങനെ 2 കോണുകൾ കൂടിയാകുമ്പോൾ 5 കോണുകളായി. വീണ്ടും മൂന്നാമത്തെ വരയും നാലാമത്തെ വരയും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു കോണും കൂടെ കൂട്ടുമ്പോൾ 6 കോണുകൾ എന്നുള്ളതാണ് ശരിയുത്തരം. ആറാമത്തെ ചോദ്യം, ചിത്രത്തിൽ എത്ര കോണുകളുണ്ട്? ഈ ചിത്രത്തിൽ എത്ര കോണുകളുണ്ട് എന്ന് നോക്കാം. ഈ ചതുരത്തിൽ 1, 2, 3, 4, 5, 6, 7, 8 കോണുകൾ കാണാൻ സാധിക്കും. അതുകൂടാതെ ഈ വരയും കൂടിച്ചേരുമ്പോൾ ഇവിടെ ഒരു കോൺ ഉണ്ടാവുന്നുണ്ട്, 9ാമത്തെ കോൺ. ഈ വരയും കൂടിച്ചേരുമ്പോൾ ഇവിടെ 10ാമത്തെ കോണും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ 10 കോണുകൾ എന്നുള്ളതാണ് ശരിയുത്തരം. ഏഴാമത്തെ ചോദ്യം, ചിത്രത്തിൽ എക്സ് എന്നടയാളപ്പെടുത്തിയിരിക്കുന്ന കോണിൻ്റെ പേര് എന്താണ്? എക്സ് എന്നടയാളപ്പെടുത്തിയിരിക്കുന്ന കോൺ PAC ആണ്. വര PAയും വര AC-യും കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന കോൺ PAC എന്നുള്ള കോണാണ്. അടുത്തത് 8ാമത്തെ ചോദ്യം, ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ജ്യാമിതീയ രൂപം തിരിച്ചറിയുക. സപ്തഭുജം. 7 വശങ്ങളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ജ്യാമിതീയ രൂപത്തിനുള്ളത്. 1, 2, 3, 4, 5, 6, 7. 7 വശങ്ങളുള്ള ഈ രൂപത്തിൻ്റെ പേര് സപ്തഭുജം എന്നുള്ളതാണ്. ജിയോജിബ്ര സോഫ്റ്റ്വെയർ രൂപപ്പെടുത്തിയത് ആരാണ്? മാർക്കസ് ഹോവൻ വാർട്ടർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഈ ചിത്രത്തിൽ എത്ര കോണുകളുണ്ട്? പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ഒരു ചോദ്യം അതേപടി നൽകിയിരിക്കുന്നതാണ്. കോണുകൾ എണ്ണി നോക്കിയാൽ 1, 2, 3, 4. ത്രികോണത്തിൻ്റെ അകത്ത് 5, 6, 7. കൂടാതെ ഈ വരയും കൂടി ചേരുന്നത് 8ാമത്തെ കോണായിട്ടും ഈ വരയും കൂടി ചേരുന്ന ഈ കോൺ 9ാമത്തെ കോണായിട്ടും എടുക്കാം. അങ്ങനെ 9 കോണുകളാണ് ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും ചെയ്ത് ആൻസർ മാർക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ ഒരു ബട്ടൺ വരും. അവിടെ വ്യൂ സ്കോർ എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ലിങ്ക് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്തു നോക്കാവുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും നേടാത്ത എല്ലാ കുട്ടികളും ഈ പരീക്ഷ ഒരു തവണ കൂടി അല്ലെങ്കിൽ പലതവണ എഴുതിയതിന് ശേഷം നിങ്ങളുടെ ആൻസറുകൾ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.